നമസ്തേ. വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടരുന്നു. ഓം വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാസ്യുസ്തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പദ്മം സ്ഥിതമപി ച ശുഗം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ. സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അയോധ്യാകാന്ഡം പഞ്ചദശ സർഗ 15-ാം സർഗം. ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകത്തിന് വേണ്ടി പുലരുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തിച്ചേർന്ന നാനാവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും അഭിഷേക സംഭാരങ്ങളെയും ആഘോഷത്തിന് വെമ്പൽ കൊണ്ട് നിൽക്കുന്ന സമ്മാനങ്ങളുമായി നിൽക്കുന്ന സാമന്ത രാജാക്കന്മാരെയും ഒക്കെ കണ്ടുകൊണ്ട് സുമന്ത്ര നിൽക്കുന്നതായിട്ടാണ് നമ്മൾ ഇതിൽ കാണുന്നത്. രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ശ്രീരാമനെ എളുപ്പം വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ കൈകേയി പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ സുമന്ത്രർ ഇതൊക്കെ കാണുകയാണ്. പഞ്ച സർഗം രാമാഹ്വാനായ സുമന്ത്ര പ്രേഷണം. ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരുവാൻ സുമന്ത്രരെ പറഞ്ഞയക്കുന്നത്. തേതുതാം രജനീമുഷ്യ ബ്രാഹ്മണാ വേദപാരഗാഃ ഉപതസ്തുരുപസ്ഥാനം സഹ രാജപുരോഹിതാഃ അമാത്യാബലമുഖ്യാശ്ച മുഖ്യായേ നിഗമസ്യ ച രാഘവസ്യാഭിഷേകാർത്ഥേ പ്രീയമാണാസ്തു സംഗതാ. ഉദിതേ വിമലേ സൂര്യേ പുഷ്യേ ചാഭ്യാഗതേ ഹനി ലഗ്നേ കർക്കടകേ ജന്മ രാമസ്യ സമുപസ്ഥിതേ അഭിഷേകായ രാമസ്യ ദ്വിജേന്ദ്രൈരുപകൽപ്പിതം കാഞ്ചനാചലകുംഭാശ്ച ഭദ്രപീഠം സ്വലംകൃതം രഥശ്ച സമ്യഗാസ്തീർണോ ഭാസ്വതാ വ്യാഘ്രചർമ്മണാ. ഗംഗായമുനയോ പുണ്യാ സംഗമാദാഹൃതം ജലം യാശ്ചാന്യാ സരിത പുണ്യാ ഹൃദാ കൂപാ സരാംസി ച പ്രാഗ്വാഹാശ്ചോർധ്വവാഹാശ്ച തിര്യഗ്വാഹാശ്ച സംഗതാ. താഭ്യശ്ചൈവാഹൃതം തോയം സമുദ്രേഭ്യശ്ച സർവശ. ആ വേദപാരകന്മാരും മഹാരാജാവിൻ്റെ കുലഗുരുവിൻ്റെ കൂടെയുള്ള പുരോഹിതന്മാരും ആയ ബ്രാഹ്മണർ ആ രാത്രി കഴിച്ച ശേഷം സഭാമണ്ഡപത്തിൽ ഇതേ സമയം വന്നു ചേർന്നു. മന്ത്രിമാരും സേനാനായകന്മാരും നഗരത്തിലുള്ള പ്രധാനികളും യാതൊരുവരോ അവരെല്ലാം ശ്രീരാഘവൻ്റെ പട്ടാഭിഷേകത്തിൽ അതിയായ പ്രീതി പൂണ്ടവരായി ആ സമയം വന്നു ചേർന്നു. പ്രകാശമാനനായ ആദിത്യ ഭഗവാൻ ഉദിക്കുമ്പോൾ ബ്രാഹ്മണോത്തമന്മാരാൽ ശ്രീരാമ പട്ടാഭിഷേകത്തിനായി നിശ്ചയിക്കപ്പെട്ടതായ ദിവസത്തിൽ പൂയം നാളിൽ ശ്രീരാമൻ്റെ തിരുവവതാര ലഗ്നമായ കടക ലഗ്നം സമീപിച്ച ശേഷം സ്വർണമയമായ തീർത്ഥകുംഭങ്ങളും നന്നായി അലങ്കരിക്കപ്പെട്ടതായ മംഗളകരമായ സിംഹാസനവും മിന്നുന്ന പുലിത്തോൽ കൊണ്ട് ഭംഗിയിൽ വിരിക്കപ്പെട്ട വിലസുന്നതായ രഥവും തയ്യാറാക്കപ്പെട്ടു. ഗംഗയുടെയും യമുനയുടെയും പരിപാവനമായ സംഗമസ്ഥലത്തിൽ നിന്നും മറ്റുള്ള പുണ്യങ്ങളായ നദികളും കയങ്ങളും കിണറുകളും പൊയ്കകളും ഏവയോ അവകളിൽ നിന്നും തീർത്ഥം കൊണ്ടുവന്നു വയ്ക്കപ്പെട്ടിരുന്നു. എല്ലാ സമുദ്രങ്ങളിൽ നിന്നും സംഗമസ്ഥലങ്ങൾ, കിഴക്കോട്ടൊഴുകുന്ന നദികൾ, പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ, മധ്യപ്രദേശങ്ങളിൽ തെക്കോട്ടും വടക്കോട്ടും ഒഴുകുന്ന നദികൾ എന്നിവയിൽ തന്നെയും തീർത്ഥം കൊണ്ടുവന്നു വയ്ക്കപ്പെട്ടിരുന്നു. സജലാക്ഷീരിഭിശ്ചന്നാ ഖടാ കാഞ്ചനരാജദാഃ പത്മോത്പലയുധാ ഭാന്തി പൂർണാ പരമവാരിണാ. ക്ഷൗദ്രം ദധി കൃതം ലാജാദർഭാ സുമനസപയഃ വേശ്യാശ്ചൈവ ശുഭാചാരാ സർവാഭരണഭൂഷിതാ. ചന്ദ്രാംശുവിക
വിഗജപ്രഖ്യം കാഞ്ചനം രത്നഭൂഷിതം സജ്ജം തിഷ്ടതി രാമസ്യ വാലവ്യജ്ജനമുത്തമം ചന്ദ്രമണ്ഡലസങ്കാശമാതപത്രം ച പാണ്ഡുരം സജ്ജം ദ്യുതികരം ശ്രീമദഭിഷേകപുരസ്കൃതം പാണ്ഡുരശ്ച വൃഷസജ്ജ പാണ്ഡുരോശ്വശ്ച സംസ്ഥിത പ്രസൃതശ്ച ഗജ ശ്രീമാനൗപവാഹ്യ പ്രതീക്ഷതേ അഷ്ടൗ ച കന്യാ മാംഗല്യാ സർവാഭരണഭൂഷിതാ വാദിത്രാണി ച സർവാണി വന്ദിനശ്ച തഥാ പരേ ഇക്ഷ്വാകൂണാം യഥാ രാജ്യേ സംപ്രിയേതാഭിഷേചനം തഥാ ജാതീയമാദായ രാജപുത്രാഭിഷേചനം തേ രാജവചനാ തത്ര സമവേദാ മഹീപതിം അപശ്യന്തോ ബ്രുവൻ കോനുരാജ്ഞോ ന പ്രതിവേദയേത് ന പശ്യാമശ്ച രാജാനമുദിതശ്ച ദിവാകര യൗവരാജ്യാഭിഷേകശ്ച സജ്ജോ രാമസ്യ ധീമത. പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും ഉണ്ടാക്കിയ കുടങ്ങൾ തീർത്ഥം നിറഞ്ഞവയായും താമര നീലോൽപ്പലം എന്നിവ ഇണങ്ങിയവയായും ഉത്തമമായ വാസനാദ്രവ്യത്താൽ സുഗന്ധത്തോടു കൂടിയവയായും നാൽപ്പാമരം മുതലായവയുടെ ചില്ലകളാൽ മൂടപ്പെട്ടവയായും വിളങ്ങുന്നു. തേനും തൈരും നെയ്യും പുരികളും ദർഭകളും പുഷ്പങ്ങളും പാലും ധർമ്മമാർഗത്തിൽ നടക്കുന്നവരും സർവാലങ്കാര ഭൂഷിതകളുമായ ക്ഷേത്രദാസിമാരും ചന്ദ്രരശ്മി പോലെ വികസിച്ച് വിലസുന്നതും നവരത്ന ഖചിതവും സ്വർണ്ണപ്പിടിയുള്ളതുമായ ഉത്തമമായ വെഞ്ചാമരവും ശ്രീരാമനായി തന്നെ തയ്യാറാക്കി വയ്ക്കപ്പെട്ടിരിക്കുന്നു. പട്ടാഭിഷേകത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതും ചന്ദ്രമണ്ഡലം പോലെ തേജോമയമായി വിളങ്ങുന്നതും മഹത്വത്തെ കാണിക്കുന്നതുമായ വെൺകൊറ്റക്കുടിയും തയ്യാറാക്കപ്പെട്ടിരുന്നു. വെളുത്തതായ വൃഷഭവും തയ്യാറാക്കി നിർത്തപ്പെട്ടിരുന്നു. വെള്ളക്കുതിരയും തയ്യാറാക്കി നിർത്തപ്പെട്ടിരുന്നു. ആനക്കാരൻ ഒതുങ്ങിയത് കോവിലകം വകയും ശുഭലക്ഷണങ്ങളോടു കൂടിയതുമായ ആനയും എതിരിൽ നിന്നുകൊണ്ടിരിക്കുന്നു. സർവാലങ്കാര ഭൂഷിതങ്ങളായ 8 സുമംഗലികളായ സ്ത്രീകളും സകലവിധ വാദ്യസംഘങ്ങളും സ്തുതിപാഠകന്മാരും മറ്റുള്ളവരും അപ്രകാരം തന്നെ തയ്യാറായി നിന്നുകൊണ്ടിരുന്നു. ഇക്ഷ്വാകു വംശ രാജവാഴ്ചയിൽ പട്ടാഭിഷേകത്തിന് രാജാക്കന്മാർ ഏതെല്ലാം കൊണ്ടുവരേണ്ടതായുണ്ടോ അപ്രകാരമുള്ള എല്ലാ തിരുമുൽ കാഴ്ചകളെയും എടുത്തുകൊണ്ട് മഹാരാജാവിൻ്റെ വിളംബരപ്രകാരം രാജകുമാരൻ്റെ പട്ടാഭിഷേകത്തിനായി ആ സമയം വന്നു ചേർന്നവരായ അവർ മഹാരാജാവിനെ കാണാത്തതിനാൽ ഇപ്രകാരം അന്യോന്യം പറഞ്ഞു. മഹാരാജാവിനെ ഇനിയും കാണുവാനില്ലല്ലോ, ആദിത്യനും ഉദിച്ചു കഴിഞ്ഞു, ധീമനായ ശ്രീരാമൻ്റെ പട്ടാഭിഷേക സമയമാകട്ടെ സമീപിച്ചു കഴിഞ്ഞു. മഹാരാജാവിനോട് ഇപ്പോൾ കാലതാമസമില്ലാതെ ആരാണ് നമുക്ക് വേണ്ടി ചെന്ന് അറിയിക്കുക? ഇതി തേഷു ബ്രുവാണേഷു സാർവഭൗമാൻ മഹീപതീൻ അബ്രവീത്താനിദം വാക്യം സുമന്ത്രോ രാജസത്കൃത രാമം രാജ്ഞോ നിയോഗേന ത്വരയാ പ്രസ്ഥിതോസ്മ്യഹം പൂജ്യാ രാജ്ഞോ ഭവന്തസ്തു രാമസ്യ ച വിശേഷത അയം പൃച്ഛാമി വചനാ സുഖമായുഷ്മതാമഹം രാജ്ഞ സംപ്രതി ബുദ്ധസ്യ യച്ഛാഗമനകാരണം ഇത്യുക്ത്വാന്തഃപുരദ്വാരമാജഗാമ പുരാണവിദ് സദാസക്തം ച തദ്വേഷ്മ സുമന്ത്രഃ പ്രവിവേശഃ തുഷ്ടാവാസ്യ തദാ വംശം പ്രവിശ്യ സ വിശാംപതേ ശയനീയം നരേന്ദ്രസ്യ തദാ സാദ്യവ്യതിഷ്ഠത സോത്യാസാദ്യതു തസ്ദ്വേഷ്മ തിരസ്കരണിമന്ദരാശിഭിർഗുണയുക്താഭിരപി തുഷ്ടാവരാഘവം സോമസൂര്യൗ ജഗാഗുസ്ത ശിവവൈശ്രവണാവപി വരുണശ്ചാഗ്നിൻ ഗിരീന്ദ്രശ്ച വിജയം പ്രതിസന്തു തേ യഥാ സാംഗാശ്ച വേദാ വൈ ബ്രഹ്മാണം ബോധയന്തി തേ തഥാ ത്വാം ധീം ബോധ്യാമി ഹ്യുത്തിഷ്ഠ പുരുഷർഷഭ. ഇപ്രകാരം അവർ അന്യോന്യം കഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജസന്നിധിയിൽ തടസ്സമില്ലാതെ എല്ലായ്പ്പോഴും പോകാൻ സമ്മതമുള്ളവനായ സുമന്ത്രൻ ആ രാജാക്കന്മാരെയും രാജന്മാരെയും നോക്കി ഇപ്രകാരം പറഞ്ഞു. ഞാൻ മഹാരാജാവിൻ്റെ ആജ്ഞപ്രകാരം ശ്രീരാമ സന്നിധിയിലേക്ക് ബന്ധപ്പെട്ട് പോവുകയാണ്. എങ്കിലും ഭവാന്മാരെല്ലാം ശ്രീരാമചന്ദ്രൻ്റെയും പ്രത്യേകിച്ച് മഹാരാജാവിൻ്റെയും ആദരവിന് പാത്രീഭവിച്ചവരാകുന്നു. ആയതുകൊണ്ട്
മഹാന്മാരായ നിന്തിരുവടികളുടെ ആവശ്യമാകയാൽ സന്തോഷപുരസ്സരം ഞാൻ ഈ ക്ഷണം തന്നെ പള്ളിയുറക്കുണർന്നവനായ മഹാരാജാവ് എഴുന്നള്ളാതിരിക്കുന്നതിനുള്ള കാരണം യാതൊന്നും ആയത് അറിഞ്ഞുകൊണ്ട് വരാം. വംശപൂർവ്വ വൃത്താന്തങ്ങളെ നല്ലപോലെ അറിഞ്ഞവനായ സുമന്ത്രർ ഇപ്രകാരം ഉര ചെയ്ത ശേഷം അന്തഃപുരദ്വാരത്തെ പ്രാപിച്ചു. എല്ലായ്പ്പോഴും സമ്മതം കൂടാതെ തന്നെ അകത്ത് പ്രവേശിക്കാവുന്നതായ ആ അരമനയ്ക്കകത്ത് പ്രവേശിച്ചു. അദ്ദേഹം ആ സമയം ഈ മഹാരാജാവിൻ്റെ പള്ളിയറയെ ചെന്ന് പ്രാപിച്ച് അതിൻ്റെ അടുത്ത വെളിയിൽ നിന്നു. അപ്പോൾ മഹാരാജാവിൻ്റെ വംശപരമ്പരയെ പറഞ്ഞ് സ്തോത്രം ചെയ്തു. അതിൽ പിന്നെ അദ്ദേഹം ആ പള്ളിയറയിൽ തിരശ്ശീലയിട്ടിരുന്നതുവരേക്കും മുമ്പത്തേതിലും അധികമായി ദശരഥ മഹാരാജാവിനെ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്നവയായ ആശീർവചനങ്ങളെ കൊണ്ട് വീണ്ടും സ്തോത്രം ചെയ്തു. കാകുസ്ഥ, ചന്ദ്രനും സൂര്യനും പരമശിവനും കുബേരനും വരുണഭഗവാനും അഗ്നിഭഗവാനും ദേവേന്ദ്രനും നിന്തിരുവടിക്ക് വിജയം അരുളുമാറാകട്ടെ. വേദാംഗങ്ങൾ അടങ്ങിയ ആ വേദങ്ങൾ ബ്രഹ്മദേവനെ സ്തോത്രം ചെയ്ത് ഉണർത്തുന്നുവല്ലോ. അപ്രകാരം തന്നെ ഹേ പുണ്യാത്മാവേ, നിന്തിരുവടിയെ ഉണർത്തുവാൻ ഞാൻ സ്തോത്രം ചെയ്യുന്നു. പുരുഷോത്തമ, ഉത്ഥാനം ചെയ്താലും. യഥാ ഭഗവതീ രാത്രിരഹ ശിവമുപസ്ഥിതം ബുദ്ധ്യസ്വനരശാർദൂല കുരുകാര്യമനന്തരം ബ്രാഹ്മണാബലമുഖ്യാശ്ച നൈഗമാശ്ചാഗതാ നൃപാദർശനം തേ അഭികാംക്ഷന്തേ പ്രതിബുദ്ധ്യസ്വരാഘവ സംസ്തുവന്തം തദാ സൂതം സുമന്ത്രം മന്ത്രകോവിദം പ്രതിബുദ്ധ്യ തതോ രാജാ ഇദം വചനമബ്രവീത് രാമമാനയ സൂതേതി യദസ്യ പിഹിതോ മയാ കിമിദം കാരണം യേന മമാജ്ഞാ പ്രതിഹന്യതേ ന ചൈവ സംപ്രസുപ്തോഹമാനയേഹാസുരാഹവം ഇതി രാജാ ദശരഥ സൂതം തത്രാന്വശാത് പുനഃ സ രാജവചനം ശ്രുത്വാ ശിരസാ പ്രതിപൂജ്യതം നിർജഗാമ നൃപാവാസാൻ മന്യമാന പ്രിയം മഹത് പ്രപന്നോ രാജമാർഗം ത പതാകാധ്വജശോഭിതം ഹൃഷ്ട പ്രമുദിത സൂതോ ജഗാമാശു വിലോകയൻ സസൂതസ്തത്ര ശുശ്രാവ രാമാധികരണാ കഥാ അഭിഷേചന സംയുക്ത സർവലോകസ്യ ഹൃഷ്ടവദ തതോ ദദർശ രുചിരം കൈലാസശിഖരപ്രഭം രാമവേശ്മ സുമന്ത്രസ്തു ശക്രവേശ്മ സമപ്രഭം. രാത്രി ശുഭമായി കഴിഞ്ഞു. ശുഭമുഹൂർത്ത ദിവസം ഉദിച്ചു കഴിഞ്ഞു. ഹേ പുരുഷശ്രേഷ്ഠ, നിന്തിരുവടി പള്ളിയുണർക്കുണർന്നാലും ഇനി ചെയ്യേണ്ടതായ കാര്യത്തെ ചെയ്താലും. ഹേ രഘുകുലോത്തമ, രാജാക്കന്മാരും ബ്രാഹ്മണരും സേനാധിപന്മാരും പുരവാസികളും വന്നുകൂടിയവരായി നിന്തിരുവടിയെ മുഖം കാണിപ്പാൻ കാത്തുനിൽക്കുന്നു. നിദ്രയുണർന്നാലും. ആ സമയം മഹാരാജാവ് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവനെ രാജ്യനടപടികളിൽ വിദഗ്ധനായ സാരഥിയാണെന്ന് ഇരുന്നിരുന്ന ദിക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് സുമന്ത്രരോടായി ഇപ്രകാരം അരുളി ചെയ്തു. ഹേ സുമന്ത്ര, ശ്രീരാമനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക എന്ന് എന്നാൽ അങ്ങ് ആജ്ഞാപിക്കപ്പെട്ടു. അപ്രകാരം ഇരിക്കെ എൻ്റെ കൽപ്പന ഏത് കാരണത്താലാണ് ലംഘിക്കപ്പെടുന്നത്? ഇതിന് എന്തുദ്ദേശം? ദശരഥ മഹാരാജാവ് അപ്പോൾ സുമന്ത്രരോടായി ഒരിക്കൽ കൂടി ഇപ്രകാരം കണിശമായി ആജ്ഞാപിച്ചു. ഞാൻ ഒട്ടും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നില്ല. ശ്രീരാമനെ ഇക്ഷണം തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. അദ്ദേഹവും മഹാരാജാവിൻ്റെ കൽപ്പനയെ വഹിച്ചുകൊണ്ട് മഹത്തായ ക്ഷേമവർത്തമാനം എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തെ തലകുമ്പിട്ട് വണങ്ങിയ ശേഷം രാജാവിൻ്റെ അരമനയിൽ നിന്ന് പുറത്തു വന്നു. സാരഥിയായ സുമന്ത്രർ രാജവീഥിയെ പ്രാപിച്ചവനായി കൊടി കുടിക്കൂറ എന്നിവയാൽ ശോഭിച്ചു വിലസുന്നതായ അതിനെ നോക്കിക്കൊണ്ട് പുളകിത ശരീരനായി ആനന്ദം പൂണ്ടവനായി വേഗത്തിൽ നടകൊണ്ടു. ആ സുമന്ത്രൻ ആ സമയം ശ്രീരാമ ഗുണഗണങ്ങളെ പറ്റിയും പട്ടാഭിഷേകത്തെ പറ്റിയുള്ളവയും ആയ ജനസമൂഹത്തിൻ്റെ സംഭാഷണങ്ങളെ സന്തോഷത്തോടുകൂടി കേട്ടു. സുമന്ത്രൻ അവിടെ നിന്ന് തന്നെ രമണീയവും കൈലാസ ശിഖരം പോലെ വിലസുന്നതും ദേവേന്ദ്രൻ രാജധാനി പോലെ വിളങ്ങുന്നതുമായ ശ്രീരാമൻ്റെ കോവിലകത്തെ കണ്ടു. മഹാകവാടവിഹിതം വിദർദിശതശോഭിതം കാഞ്ചനപ്രതിമൈകാഗ്രം മണിവിദ്രുമതോരണം ശാരദാപ്രഖനപ്രഖ്യം ദീപ്തമേരുഗൃഹോപമം മണിഭിർവരമാല്യാനാം സുമഹദ്ഭിരലങ്കൃതം മുക്താമണിഭിരാകീർണം ചന്ദനാഗരുധൂപിതം ഗന്ധാൻ മനോജ്ഞാൻ വിസൃജദ്ദാർദുരം ശിഖരം യഥാ സാരസൈശ്ച മയൂരൈശ്ച വിനദദ്ഭിർവിരാജിതം സുഹൃദേഹാമൃഗാകീർണം സുകീർണം ഭക്തിവിസ്തഥാ വനശ്ചഷ്ടുശ്ച ഭൂതാനാമാദദത്തി
തേജസാ ചന്ദ്രഭാസ്കരസങ്കാശം കുബേരഭവനോപമം മഹേന്ദ്രധാമപ്രതിമം നാനാപക്ഷിസമാകുലം മേരുശൃംഗസമം സൂതോ രാമവേശ്മദദർശഃ ഉപസ്ഥിതൈः സമാകീർണം ജനൈരഞ്ജലികാരിഭിः ഉപാദായ സമാക്രാന്തൈസ്തഥാ ജാനപദൈർജനൈः രാമാഭിഷേകസുമുഖൈരുന്മുഖൈ സമലങ്കൃതം മഹാമേഘസമപ്രഖ്യമുദഗ്രം സുവിഭൂഷിതം നാനാരത്നസമാകീർണം കുബ്ജകൈരാതകാവൃതം. സാരഥിയായ സുമന്ത്രൻ. ശ്രീരാമന്റെ രാജധാനിയെ ചന്ദ്രൻ, സൂര്യൻ എന്നിവയ്ക്കൊത്തതായും മേരുശിഖരം പോലെ ഉന്നതമായും ഗംഭീരമായ വാതിൽ പണികളോട് കൂടിയതായും അനേകം മുഖപ്പുരകളോട് കൂടിയതായും സ്വർണ്ണപ്രതിമകൾ കൊണ്ട് അവിടവിടെ വിലസുന്നതായും രത്നങ്ങളെക്കൊണ്ടും പവിഴങ്ങളെക്കൊണ്ടും നിർമ്മിക്കപ്പെട്ട തോരണ കട്ടളകളോട് കൂടിയതായും ശരത്കാല മേഘം പോലെ വിളങ്ങുന്നതായും പ്രകാശമാനമായ മേരു പർവ്വത ഗുഹ പോലെ വിലസുന്നതായും വിലപിടിച്ച മാലകളുള്ളതായ അതിമനോഹരങ്ങളായ രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് വിലസുന്നതായും നന്മുത്ത്, രത്നങ്ങൾ എന്നിവയാൽ നിറയപ്പെട്ടതായും ചന്ദനം, അകിൽ എന്നിവ പുകയ്ക്കപ്പെട്ടതായി ചന്ദനവനങ്ങൾ നിറഞ്ഞതായ ദുർദുര പർവ്വത ശിഖരം പോലെ അതിമനോഹരമായ സുഗന്ധവാസനകൾ വീശുന്നതായും കളപൂജനം ചെയ്യുന്ന അരയന്നങ്ങളാലും മയിലുകളാലും പരിശോഭിക്കുന്നതായും വിചിത്രതരമായി പണി ചെയ്യപ്പെട്ട മാൻ പ്രതിമകളോട് കൂടിയതായും അപ്രകാരം തന്നെ അണിയൽ മുതലായ അലങ്കാരങ്ങളാൽ നിറയപ്പെട്ട വിലസുന്നതായും തീവ്രമായ ശോഭ കൊണ്ട് ജനങ്ങളുടെ മനസ്സിനെയും നേത്രത്തെയും കവരുന്നതായി അതിരമണീയമായി അലങ്കരിക്കപ്പെട്ടതായി കുബേര രാജധാനിക്ക് സദൃശമായുള്ളതായും മഹേന്ദ്ര രാജധാനിക്ക് തുല്യമായും ഭംഗിയിൽ ഉല്ലസിക്കുന്നതായും ശ്രീരാമ പട്ടാഭിഷേകത്തെ സന്ദർശിച്ച് ആനന്ദിപ്പാൻ കൊതിപൂണ്ടവരായി ഉത്സാഹഭരിതന്മാരായി കാഴ്ചദ്രവ്യങ്ങളെയും എടുത്തുകൊണ്ട് സന്നിഹിതരായ ജനങ്ങളാലും അപ്രകാരം തന്നെ വന്നിരിക്കുന്നവരും കൈകൂപ്പി നിൽക്കുന്നവരും ആയ നാട്ടുപുറങ്ങളിലുള്ള ജനങ്ങളാലും എങ്ങും ഇടതിങ്ങി നിറയപ്പെട്ടതായും അനേകം പക്ഷികളുടെ ശബ്ദത്തോടു കൂടിയതായും മഹാമേഘത്തിനൊത്ത കാന്തിയോടുകൂടി വിളസുന്നതായും പല പല രത്നങ്ങളെ കൊണ്ട് എങ്ങും നിറയപ്പെട്ടതായും കള്ളന്മാരാലും കൂനുള്ളവരാലും നിറയപ്പെട്ടു വിളങ്ങുന്നതായും കണ്ടു. സവാജിയുക്തേന രഥേന സാരഥിർനരാകുലം രാജകുലം വിരാജയൻ വരൂധിനാ രാജഗൃഹാഭിപാദിനാ പുരസ്യ സർവസ്യ മനാംസി ഹർഷയൻ. ആ സാരഥിയായ സുമന്ത്രൻ ശ്രീരാമ രാജധാനിക്ക് അഭിമുഖമായി ചെല്ലുന്നതും വെയിൽ, മഴ മുതലായത് കൊള്ളാതിരിപ്പാനുള്ള കൂടോടു കൂടിയതും കുതിരകൾ പൂട്ടിക്കെട്ടിയതും ആയ തേരിൽ കയറിക്കൊണ്ട് പ്രകാശിപ്പിക്കുന്നവനായി ജനങ്ങളാൽ നിറയപ്പെട്ട രാജസംഘത്തെയും എല്ലാ ജനത്തിൻ്റെ ചിത്തങ്ങളെയും സന്തോഷപ്പെടുത്തി. തദസമാസാദ്യ മഹാധനം മഹത് പ്രഹൃഷ്ടരോമം സബഭൂവ സാരഥി മൃഗൈർമയൂരൈശ്ച സമാകുലോൽബണം ഗൃഹം വരാർഹസ്യ സജീവതേരിവ സ തത്ര കൈലാസനിഭാസ്വലങ്കൃതാ പ്രവിശ്യ കക്ഷ്യാസ്ത്രിദശാലയോപമാ പ്രിയാന്നരാൻ രാമമദേ സ്ഥിതാൻ ബഹൂനവോഹ്യ ശുദ്ധാന്തമുപസ്ഥിതോ രഥീ സ തത്ര ശുശ്രാവച ഹർഷയുക്താ രാമാഭിഷേകാർത്ഥകൃതാ ജനാനാം നരേന്ദ്രസൂനോരപി മംഗളർത്ഥ സർവസ്യ ലോകസ്യ ഗിരഃ പ്രഹൃഷ്ടാ മഹേന്ദ്രസത്മപ്രതിമം തു വേശ്മ രാമസ്യ രമ്യം മൃഗപക്ഷിജുഷ്ടം ദദർശ മേരോരിവ ശൃംഗമുച്ചം വിഭ്രാജമാനം പ്രഭയാ സുമന്ത്രഃ ഉപസ്ഥിതൈരഞ്ജലികാരകൈശ്ച സോപായനൈർജാനപദൈശ്ച മർത്യൈ കോട്യാപരാർത്ഥൈശ്ച വിമുക്തയാനൈ സമാകുലം ദ്വാരപദം ദദർശ തതോ മഹാമേഘമഹീധരാഭം പ്രഭിന്നമത്യങ്കുശമപ്രസഹ്യം രാമോപവാഹ്യം രുചിരം ദദർശ ശത്രുജ്ഞയം നാഗമുദഗ്രകായം. ആ സമയം സുമന്ത്രർ മാനുകളാലും മയിലുകളാലും അങ്ങുമിങ്ങും വിളങ്ങുന്നതും ഇന്ദ്രൻ്റേതെന്ന പോലെ വിലയേറിയതും ആയ സർവസ്വാമിയായ ശ്രീരാമൻ്റെ മഹത്തായ രാജധാനിയെ പ്രാപിച്ച് ആനന്ദപുളകിതനായി ഭവിച്ചു. ആ സാരഥിയായ സുമന്ത്രർ അപ്പോൾ കൈലാസ സദൃശങ്ങളും അതിമനോഹരങ്ങളും സ്വർഗലോക വസതികൾക്കൊത്തവയും ആയ കെട്ടുകളിൽ പ്രവേശിച്ച് ശ്രീരാമ കടാക്ഷ വീക്ഷണത്തിന് പാത്രീഭവിച്ചവരായ ഭക്തന്മാരായ
അനേകം ജനങ്ങളെയും കടന്ന് അന്തഃപുര ഭവനത്തിൽ വന്നു ചേർന്നു. അദ്ദേഹം അവിടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്നുകൂടിയവരായ ജനങ്ങളുടെ ശ്രീരാമാഭിഷേകത്തെക്കുറിച്ചുള്ളവയും രാജകുമാരന് മംഗളാർത്ഥം ചെയ്യുന്ന പ്രാർത്ഥനകളായുള്ളവയും സന്തുഷ്ടിയെ കാട്ടുന്നവയുമായ സ്തുതികളെ അത്യാനന്ദയുക്തനായി ശ്രവിച്ചു. സുമന്ത്രർ ശ്രീരാമഭവനത്തെ കാന്തിയ ദേവേന്ദ്ര ഭവനോപമമായി മേരുപർവ്വത ശിഖരം പോലെ ഉന്നതമായി പ്രകാശമാനമായി മൺകൂട്ടങ്ങളും പക്ഷി സംഘങ്ങളും നിറഞ്ഞതായി അതിമനോഹരമാവണ്ണം വിലസുന്നതായി കണ്ടു. രാജധാനിയുടെ ദ്വാരപ്രദേശത്തെ മുഖം കാണിപ്പാൻ വന്നിരിക്കുന്നവരാലും കൈകൂപ്പി നിൽക്കുന്നവരായി കോടിക്കണക്കായും അസംഖ്യേയമായ പരാർത്ഥകണക്കായുമുള്ള ഗ്രാമജനങ്ങളാലും കാഴ്ചദ്രവ്യങ്ങളെ വെച്ചുകൊണ്ടിരിക്കുന്നവരായ ആളുകളാലും അഴിച്ചുവിട്ട് ദൂരെ നിർത്തപ്പെട്ടവയായ വാഹനങ്ങളാലും ഇടതെങ്ങി നിരന്നു നിൽക്കുന്നതായി കണ്ടു. അവിടെ മഹാമേഘം പോലെയും പർവ്വതം പോലെയും ഉള്ള വമ്പിച്ച ശരീരത്തോടു കൂടിയതും വേദനപ്പെടുത്തപ്പെടാത്തതും തോട്ടി തന്നെ ആവശ്യമില്ലാത്തതും ശ്രേഷ്ഠവും അതിഭംഗിയുള്ളതും ശ്രീരാമൻ്റെ വാഹനമായുള്ളതുമായ ശത്രുഘ്നയം എന്ന ആനയെ കണ്ണിന് മുമ്പിൽ കണ്ടു. സ്വലങ്കൃതാൻ സാശ്വരഥാൻ സകുഞ്ചരാനമാദ്യമുഖ്യാൻ ശതശ്ച വല്ലഭാൻ വ്യബോഹ്യസൂത സഹിതാൻ സമന്തത സമൃദ്ധമന്തഃപുരമാവിവേശ തദ്രികൂടാചലമേഘസന്നിഭം മഹാഭിമാനോത്തമവേശ്മസംഘവത് അവാര്യമാണ പ്രവിവേശ സാരഥി പ്രഭൂതരത്നം മകരോ യഥാർണവം. സാരഥിയായ സുമന്ത്രർ കുതിരകൾ പൂട്ടിക്കെട്ടിയ രഥങ്ങളോടും ആനകളോടും കൂടി എല്ലാ ദിക്കുകളിൽ നിന്നും വന്നു ചേർന്നിരിക്കുന്നവരായ രാജാക്കന്മാരുടെ പ്രധാന അനുചരന്മാരെയും നൂറ്റിക്കണക്കായി ഭംഗിയിൽ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നവരായ രാജസേവകന്മാരെയും കടന്ന് ശുഭകരമായ ഉൾക്കെട്ടിൽ പ്രവേശിച്ചു. സാരഥിയായ സുമന്തർ രത്നങ്ങൾ നിറഞ്ഞതായ സമുദ്രത്തിൽ മകരമത്സ്യം എപ്രകാരമോ അപ്രകാരം പർവ്വതാഗ്ര ശിഖരം പോലെയും മേഘം പോലെയും വിളങ്ങുന്നതും ഉത്തമ വിമാനങ്ങളെപ്പോലെ ശ്രേഷ്ഠമായുള്ള അനേകം മേടകളോടു കൂടിയതുമായ അതിൽ സ്വേച്ഛ പോലെ പ്രവേശിച്ചു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യേ അയോധ്യാകാണ്ഡേ 15 സർഗ 15 സർഗം സമാപ്തം. നമസ്തേ.